വായിച്ച പുസ്തകത്തിന്റെ അനുഭവം പങ്കുവെക്കാനായി സംഗമം 171 നിലോഫർ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്തും ജീവിതവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. മീൻസ് ജീവചരിത്രമാണ്. EM അഷ്റഫ് എഴുതിയ ഒരു ജീവചരിത്രമാണ്. അതിലിപ്പം നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുമ്പം കായി അബ്ദുറഹ്മാന്റെയും അതുപോലെ തന്നെ കുഞ്ഞാച്ചുമ്മയുടെയും 6 മക്കളിൽ മൂത്തവനാണ്. 1908 ജനുവരി 19 ബഷീർ ജനിച്ചത്. ബഷീറിന് മറ്റ് സഹോദരങ്ങളായിട്ട് പറയാൻ വെച്ചാൽ അബ്ദുൽ ഖാദർ, ഫാത്തിമ, പാത്തുമ്മ, ഹനീഫ, അബൂബക്കർ, കുഞ്ഞാനുമ്മ, അങ്ങനെ മറ്റ് സഹോദരങ്ങളാണ് ഉള്ളത്. അതിൽ മൂത്ത ആളാണ് ബഷീർ. പിന്നെ നമുക്കിപ്പോ ഇത് വായിച്ചതിൽ എനിക്ക് കുറച്ച് ഇവന്റ്സ് പറയാനുള്ളതെന്ന് വെച്ചാല്, ഇതില് കുറെ ബഷീർ എന്ന് പറയുമ്പോ ചെറുപ്പകാലത്ത് ഭയങ്കര ബഷീറിന്റെ വാപ്പാക്ക് തടിക്കച്ചവടം ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയാ, അതൊക്കെ നഷ്ടത്തിലായി. അവര് ദാരിദ്ര്യത്തിന്റെ സമയത്തായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ബഷീർ മുന്നോട്ട് പോയത്. പിന്നെ അതുപോലെ വളരെ കുസൃതിയായിരുന്നു ബഷീറിന്. ഈ പറഞ്ഞ പോലെ കുറെ ചെല്ലപ്പേരുണ്ടായിരുന്നു. കുറെ എന്താ പറയാ, ഇരട്ടപ്പേരിനെ വിളിക്കുമായിരുന്നു ബഷീറിന്റെ വാപ്പ തന്നെ. കൊച്ചമ്മദ്, കൈയിട്ട് വാരി, കൂതിക്കൊച്ച, മുഹമ്മദ്, AK മുഹമ്മദ് എന്നൊക്കെ വിളിക്കുമായിരുന്നു. അലവോ. കാരണം വെച്ചാൽ ബഷീർ ഭയങ്കര ഒരു കുസൃതിയായിരുന്നു. എപ്പോഴും ഈ പറഞ്ഞ പോലെ സ്കൂൾ കാലഘട്ടമൊക്കെ 6 കിലോമീറ്ററോളം നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. അതില് പിന്നെ ഈ പറഞ്ഞ പോലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ 10 മണിക്ക് സ്കൂളിലെത്തുള്ളൂ എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ആ പറഞ്ഞ പോലെ ആ സമയത്തും രസകരമായ കുറെ കുസൃതികൾ ബഷീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ വഴിക്ക് നിന്നുള്ള മാങ്ങയും അതുപോലെ തന്നെ ഈ അമ്പഴങ്ങയൊക്കെ കല്ലെറിഞ്ഞും പറിച്ചു തിന്നും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ കൂട്ടത്തില് ഈ പറഞ്ഞ പോലെ ഒരു അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന് കാലിന് സ്വാധീനം ഇല്ലാത്തതാണ്. അപ്പോ ബഷീറൊക്കെ എന്ന് വെച്ചാൽ ബഷീറും മറ്റുള്ള കൂട്ടുകാരൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോ ഈ ഒരു എന്താ പറയാ, അബ്ദുൽ ഖാദറിനെ മുന്നിൽ വെക്കും. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമ്പോ അബ്ദുൽ ഖാദറിനെ അവിടെ ഇട്ടിട്ട് ഓടിക്കളയും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കുസൃതിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബഷീറിന് എന്താ പറയാ, ഇങ്ങനെ അബ്ദുൽ ഖാദറിനെ തള്ളിയിട്ടാലും അബ്ദുൽ ഖാദറിന് ഒരു വിഷമവും ഇല്ല. അതും വളരെ രസകരമായിട്ടാണ് ഇതിൽ പറയുന്നത്. വെച്ചാൽ അബ്ദുൽ ഖാദറിന് അത് തടവുകാലം ഭയങ്കര ഇഷ്ടമാണ്. അബ്ദുൽ ഖാദറിനെ പിടിച്ചാലും അബ്ദുൽ ഖാദറിന് പ്രശ്നമില്ല. കാരണം നല്ല രീതിയിൽ ഭക്ഷണം കിട്ടും. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമാണ് അബ്ദുൽ ഖാദറിന് പിടിക്കാന്നുള്ളത്. മാങ്ങ മോഷ്ടിച്ചതിന് പിടിച്ചാലും വളരെ സന്തോഷമാണ്. അതും രസകരമായി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, കളർ പെൻസിൽ മോഷ്ടിച്ച കാര്യം പറയുന്നുണ്ട്. അതും രസകരമായിട്ടാണ്. പിന്നെ ഈ നാരായണൻ പിള്ള സാർ എന്ന് പറഞ്ഞിട്ടുള്ള ബഷീറിന്റെ സാർ ഇടപെട്ട് അത് ഒതുക്കുന്നതും അതൊക്കെ വളരെ രസമുള്ള ഒരു ഇതാണ്. പിന്നെ അതുപോലെ വേറൊരു ബഷീറിന്റെ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാല്, ബഷീർ എന്താ പറയാ, വേറൊരു സംഭവം, ബഷീറിന്റെ ഉമ്മ ഒരു കുടുക്കയില് കുറെ പൈസയൊക്കെ വെച്ചിട്ട് അങ്ങനെ നാണയങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നു. പക്ഷെ അതൊരു ദിവസം ബഷീറിന്റെ അഞ്ചനും അനീഫയും കൂടി അതെടുത്ത് രണ്ടുപേരും കൂടി വീതിച്ച്, പക്ഷെ വീതിക്കുന്നതിനിടയിൽ ഒരു കഷവിശ ഉണ്ടായിട്ട് ആരാ കട്ടെന്ന് ഉമ്മ ചോദിച്ചപ്പോ ഉമ്മാനോട് പറഞ്ഞ് ഇക്കാക്കയാണ് കട്ടെന്ന് പറഞ്ഞു, ബഷീറിന്റെ അനിയൻ ഹനീഫ. അപ്പൊ അങ്ങനെ അത് എന്താ പറയാ, പിന്നെ അതിന് ശിക്ഷയായിട്ട് ഉമ്മ ബഷീറിനെ മരത്തിൽ കെട്ടിയിട്ട്, അടയ്ക്കാ മരത്തില് കെട്ടിയിടുകയാണ് ഉണ്ടായത്. പക്ഷെ അതിന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബഷീറിനെ കാണാനില്ല. വീണ്ടും ബഷീറിന്റെ കുസൃതി അവിടെ വന്ന് ബഷീറിനെ കെട്ടിയിട്ട് ആ ഒരു മീൻസ് അടയ്ക്കാ മരത്തിന്റെ ആ കയറ് തളയാക്കിയിട്ട് ആ മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉമ്മ ഞാനിവിടെ ഉണ്ട് എന്നൊരു ഡയലോഗും. അപ്പൊ ഇതൊക്കെ വളരെ എന്താ പറയാ, ഭയങ്കര ഒരു കുസൃതി, നല്ലൊരു നമുക്കൊരു ഹാസ്യം നൽകുന്ന കാര്യങ്ങളാണ്. പിന്നെ ബഷീറിന്റെ സുഹൃത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ബഷീറിന്റെ സുഹൃത്ത് ഒരു മാത്തൻ കുഞ്ഞ് എന്ന് പറഞ്ഞ സുഹൃത്താണ് ബഷീറിന് ഉണ്ടായത്. പിന്നെ ബാഡ്മിന്റൺ കളിക്കുമായിരുന്നു എപ്പോഴും. പിന്നെ അതുപോലെ എന്താ പറയാ, ഇങ്ങനെയുള്ള ഈ ബഷീറിന്റെ ചെറുപ്പകാലമൊക്കെ ആ സമയത്ത് ബഷീറിന് സ്കൂൾ കാലഘട്ടം എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ദാരിദ്ര്യം ഒക്കെ ആയിരുന്നു. പക്ഷെ എങ്കിലും നല്ല സ്കൂളുകളിലും അതുപോലെ തന്നെ ബഷീറിന് കുറച്ച് എന്താ പറയാ, ഈ മാത്സ് കുറച്ച് ടഫായിരുന്നു. ഈ എന്താ പറയാ, ഈ ഒന്നും കൂട്ടിയാൽ എത്ര എന്ന് പറയുമ്പോൾ ഇമ്മിണി വലിയ 1 എന്നാണ് ബഷീറിന്റെ ഉത്തരം വരിക. അപ്പൊ അതും ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താ പറയാ, നമുക്ക് അതുപോലെ കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ
ബഷീറിന്റെ സഹോദരങ്ങളും ഒക്കെ അവരെ വാപ്പ ഇങ്ങനെയുള്ള പഠന കാര്യത്തിലൊക്കെ അത്രയും ദാരിദ്ര്യമായിട്ട് പോലും നല്ല രീതിയിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള നല്ല ഇതിലാണ് പഠിപ്പിച്ചു വന്നത്. പിന്നെ അതൊക്കെ ആ സമയത്ത് വിവാദം ഉണ്ടാക്കിയെങ്കിലും ബഷീറിന്റെ വാപ്പയെ അബ്ദുറഹ്മാൻ അതിനൊക്കെ ഒരു ഇതും വരുത്തിയിട്ടില്ല. പിന്നെ അതുപോലെ അങ്ങനെയുള്ള കുറെ രസകരമായിട്ടുള്ള, പിന്നെ ബഷീറിന്റെ ഈ പറഞ്ഞ പോലെ ബഷീറിന് ഒരു പ്രേമം ഉണ്ടായിരുന്നു ബാല്യകാല സഖിയിലെ നായികയായ സുഹ്റയായിട്ട്. അപ്പൊ സുഹ്റ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ നമ്മള് ഈ ബഷീർ എക്സാം എഴുതുന്ന സമയത്ത് സുഹ്റ അത് കാണിച്ചു കൊടുക്കും, പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ കാണിച്ചു കൊടുത്ത് ബഷീറിനെ രക്ഷിക്കുമായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ അത് പിന്നെ ഒരു ദുരന്തമായിട്ടാണ് പരിണമിച്ചത്. എന്തായാലും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബഷീർ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജീനെ കണ്ടുമുട്ടിയ കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതും ഒരു വളരെ അവരെ സ്വാധീനിച്ച ഒരു സംഭവമായിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോ ഈ ചുരുങ്ങിയ രീതിയിൽ എനിക്ക് ഇത്രയാണ് ഇതിന്റെ എനിക്കൊരു വായിച്ചിട്ടുള്ള ഒരു അനുഭവം പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. നിലോഫർ വളരെ ഭംഗിയായി തന്നെ ഇവിടെ വായിച്ച അനുഭവത്തിന്റെ ഒരു കഥ പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെയധികം നന്ദി. അടുത്തതായി സംഗമം 54 ഫസീന. അസ്സലാമലൈക്കും. നിലോഫർ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞാനും വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് വായിച്ചത്, പാത്തുമ്മയുടെ ആട്. എനിക്ക് ചെറുപ്പത്തിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭയങ്കര ആ കഥകൾ, അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസ്, നർമ്മം എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് വായിച്ചത്, പാത്തുമ്മയുടെ ആട്. ഇനി അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിലോഫർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചത് പാത്തുമ്മയുടെ ആടാണ്. അതിൽ ഉള്ള കഥാപാത്രങ്ങൾ പാത്തുമ്മ, ആട്, പിന്നെ അനീഫ, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ സൈനബ, അനീഫ. അതിൽ ആടാണ് മെയിൻ കഥാപാത്രമായിട്ടുള്ളത്. ആട് ബഷീറിൻ്റെ ബാല്യകാല സഖിയും ശബ്ദങ്ങൾ അതെല്ലാം കുറേ ഭാഗം തിന്നുകയും ചെയ്ത്. പിന്നെ അനീഫൻ്റെ മറ്റേ ഇതിലെ തേൻഭരണിയിൽ പൊട്ടിയിട്ടുള്ള ആ കഥാപാത്രങ്ങൾ, പിന്നെ കുറേ കുട്ടികൾ, അവരുടെ മക്കൾ, അതെല്ലാമാണ് അതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങൾ. പിന്നെ സ്വന്തം കുടുംബക്കാരെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം നർമ്മരസത്തിലൂടെ എല്ലാം സ്വന്തം കുടുംബക്കാരെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാല്യകാല സഖിയിൽ മജീദും സുഹറിയും ബാല്യകാല സഖിയിൽ. പിന്നെ എൻ്റെ ഉപ്പാപ്പൊക്കെ ആന ഉണ്ടായിരുന്നു. ഇതെല്ലാം ബഷീറിൻ്റെ പിന്നെ നിലോഫർ പറഞ്ഞ ഇതെല്ലാം ശബ്ദങ്ങൾ. അങ്ങനെ കുറച്ച് അതിൽ പാത്തുമ്മയുടെ ആടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അതിലത്തുള്ള ഭാഷകൾ വായിച്ചാലേ മനസ്സിലാവും. ഒന്നും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ചില വാക്കുകൾ എല്ലാം ഉണ്ട് ആ പുസ്തകത്തിൽ. പിന്നെ എല്ലാം വിശദീകരിച്ച് നിലോഫർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ വിചാരിച്ചത് വരെ നിലോഫർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വായിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി 2 വാക്ക് പറയാൻ സാധിച്ചതിൽ തന്നെ അതിയായ സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും. ബഷീർ കഥകൾ പറഞ്ഞു തന്ന ഫസീന 54